അതെ അതെ, നമ്മുടെ ഈ GOT എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞ ഒരു വികാരമായിരുന്നു. ഒരു ഒരു രക്ഷയില്ലാത്ത ഒരു സീരീസ് ആയിരുന്നു GOT. അതിൻ്റെ ഒരു പ്രീക്വൽ എന്ന രീതിയിൽ ഇറങ്ങിയ നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗൺസ്, നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേ ക്വാളിറ്റി, അതേപോലത്തെ ടെൻഷനും അതേപോലത്തെ ഒരു ഫീലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കും നാളും നമുക്കൊരു സ്ലോ പേസിലാണ് ഈ സീരീസ് പോയിക്കൊണ്ടിരുന്നത്. അത് പ്രത്യേകിച്ച് സെക്കൻഡ് സീസണായാലും അതിൽ സ്ലോ പേസ് ഇപ്പോൾ പൊട്ടുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ആ GOTയിൽ കിട്ടിയിരുന്ന ചില എപ്പിസോഡ്സൊക്കെ നമ്മളിപ്പോഴും മറക്കില്ല. GOTയിൽ അതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത് സീസൺ 2ലെ 4th എപ്പിസോഡ് ഹൗസ് ഓഫ് ഡ്രാഗൺസിൽ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന സീരീസിൽ? അതായത് ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞാൽ അടി, ഡ്രാഗൺസ് തമ്മിലുള്ള അടി, അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ സംഭവം നമുക്ക് ഇതിൽ കിട്ടി. ഇവിടെ വെച്ച് അങ്ങനെ തുടങ്ങാണ് മോനെ, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു തുടങ്ങിക്കോ. സൂപ്പർ എപ്പിസോഡാണ്. ശരിക്കും പറഞ്ഞാൽ GOT ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന, GOT പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് ഓഫ് ഡ്രാഗൺസിലെ ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ തറച്ചിരിക്കും ഈ എപ്പിസോഡ്. ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു രക്ഷയില്ല. റെയ്നീസിനെ നമുക്ക് സീസൺ 1 തന്നെ ഒരു പുള്ളിക്കാരി നല്ല എൻട്രിയും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഡ്രാഗൺ അടുത്തൊക്കെ പറപ്പിച്ച് പോകുന്നത്, അതേപോലത്തെ തന്നെ ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് പുള്ളിക്കാരിയുടെ ഇതിലും കണ്ടായിരുന്നത്. സൂപ്പറാക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സും നമ്മൾ ആ ക്യാരക്ടേഴ്സിന് എന്താണ് ഇമോഷൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെയ്മണ്ടിൻ്റെയൊക്കെ കുറേ ഇമോഷൻസ് കാണിച്ചു പോകുന്നുണ്ട്. അത് പിന്നീട് യൂസ് വരുമായിരിക്കും. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ കോളിനെ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ആ വെറുപ്പൊക്കെ നല്ല രസമായിട്ട് തന്നെ ആളെ ആക്ട് ചെയ്ത് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിൻസസിൻ്റെ ക്യാരക്ടർ സൂപ്പറായിട്ട്, ആലിസിൻ്റെ എല്ലാവരും നല്ല രസമായിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ പെർഫോമൻസാണ് ഇതിലെ ഹൈലൈറ്റ് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഈ എപ്പിസോഡ് ശരിക്കും നമ്മൾ എന്താണ് അവർ പ്രോമിസ് ചെയ്യുക എന്ന് നമുക്കറിയാം. ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് ആണ്, അത് ശരിക്കും നമുക്ക് ഈ എപ്പിസോഡിൽ കിട്ടി. ഈവൻ ഇതിൻ്റെ മേക്കിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞത് മോസ്റ്റ് എക്സ്പെൻസീവ് എപ്പിസോഡ് എന്നാണ് പറഞ്ഞത്. ദൈവമേ, ഇതിൽ തന്നെ അവസാനിക്കുമെന്ന് അറിയില്ല. ഈ എപ്പിസോഡിൽ ഇത്രത്തോളം കാശ് അവർ ഇറക്കിയെന്ന്, കുറേ കാശ് ഇറക്കിയെന്ന് പറഞ്ഞ ഈ എപ്പിസോഡ്. നമ്മൾ ഇതുപോലത്തെ എപ്പിസോഡുകളാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ സീസണിൽ ഇനി ഇതുപോലത്തെ എപ്പിസോഡ് ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാര്യം അവർ പറഞ്ഞത് മോസ്റ്റ് എക്സ്പെൻസീവ് എപ്പിസോഡ് എന്ന് പറഞ്ഞാണ്. അതൊക്കെ എല്ലാം കാശ് ഇതിൽ അടിച്ച് തീർത്തോന്ന് അറിയില്ല. എന്തായാലും ഈ എപ്പിസോഡും ഗംഭീര എപ്പിസോഡാണ്. ഇനിയും ഇതുപോലത്തെ നല്ല എപ്പിസോഡുകൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ VFX ആയാലും സൗണ്ട് ഭയങ്കര ടെൻഷനടിപ്പിക്കും നമ്മൾ ശരിക്കും. ഒരു അയ്യോ എന്ത് സംഭവിക്കും എന്നൊരു നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു എപ്പിസോഡായി മാറി. ആ മ്യൂസിക്കൊക്കെ ശരിക്കും നമ്മൾ മ്യൂസിക്കിൽ ശ്രദ്ധിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ മ്യൂസിക് അത്രത്തോളം ബ്ലെൻഡ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടുപ്പിച്ച് ഒരു രക്ഷയില്ലാതെയാക്കുന്നതാണ്. പിന്നെ ഞാൻ റിവ്യൂസൊക്കെ നോക്കി, IMDbയിലൊക്കെ റിവ്യൂസ് നോക്കിയപ്പോൾ ഈ ബുക്ക് വായിച്ചവരെ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് പറയണത്. ഈ ബുക്ക് വായിക്കുന്നവരുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ടുള്ള രീതിയിൽ അവർ ആ മേക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ്. സൂപ്പറാക്കിയേക്കാണ് ആ ഷോർട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗെയിം ഓഫ് ത്രോൺ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് കണ്ടോളൂ, ഈ സീസണും കണ്ടോളൂ. ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ എന്തായാലും എത്തണം. അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു HBO, ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി സീരീസുകൾ നിങ്ങൾ ഇറക്കണതിന്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല കിടിലൻ എപ്പിസോഡ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ കാണാൻ അതിൻ്റെ കമൻറ്റ്സ് ഇടണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.